അമ്മമ്മയ്ക്ക് പല്ലുവേദന. ഈ മരുന്ന് നാളെ കൊണ്ട് കൊടുക്കണം. നാളെ വെളുപ്പിന് കൊടുക്കണം. ഓ, പല്ലിന്റെ വെളുപ്പിനുള്ള മരുന്നാണോ? നേരം വെളുക്കുമ്പോഴേക്കും മരുന്ന് കൊടുക്കണമെന്ന്. എന്തിനാ നാളെയാക്കുന്നത്? ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കാം. അത് പറ്റില്ല. അമ്മുമ്മ മറവിക്കാരിയാ. നാളെ മരുന്ന് കഴിക്കാൻ മറക്കും. സൂര്യൻ ഉദിക്കുന്ന നേരത്ത് കഴിക്കേണ്ട മരുന്നാ. കൃത്യമാ നേരത്ത് അവിടെ എത്തണം. ഉം. എന്ന് വെച്ചാ കൊച്ചു വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് നടക്കണം. മറവിക്കാരിയോ? പല്ലുവേദനയുള്ള കാര്യം അമ്മമ്മ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടപ്പും വേസ്റ്റാവും. വെളുപ്പിനെ ഉണരാനാ പാട്. നേരം തെറ്റിയാൽ കടിയന്റെ ഇടി ഉറപ്പാ. താനെന്നെ കറക്റ്റ് സമയത്ത് വിളിച്ചുണർത്തണം കേട്ടോ. അയ്യോ, ഞാൻ ഉറങ്ങിപ്പോകും. ചേട്ടാ, പിന്നെ എന്തു ചെയ്യും? ആട്ടുമുത്തപ്പനെ വിളിച്ചാലോ? ശരിയോ, ആട്ടുമുത്തപ്പനെ വിളിച്ചിട്ട് നമ്മളെ വിളിക്കാൻ പറയാം. പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവന്. ഓ, വന്നല്ലോ. കാട്ടുമുത്തപ്പ, ഞങ്ങളെ നാളെ അതിരാവിലെ ഒന്ന് വിളിച്ചുണർത്തണം. ഉണർത്താനോ? എന്തോ ഒരു വിഷമം പോലെ. വന്ന് കാട്ടുമുത്തപ്പന്മാർക്ക് ഇതൊക്കെയായി പണി. ഇത്രയും ഗതികെട്ട മുത്തപ്പൻ വേറൊരു കാട്ടിലും ഉണ്ടാവില്ല. സാരമില്ലെന്നേ, നാളെ മുത്തപ്പൻ വരും. ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. മുത്തപ്പൻ ഒന്ന് വിളിക്കും. സൂത്ര, എണീക്കണ സൂത്ര, ശരു. നേരം വെളുക്കാറായോ? എത്ര നേരമായി വിളിക്കുന്നു. വിളിച്ചിട്ട് ഉണരാത്തത് കൊണ്ടാ ഞാൻ വെള്ളം മുഖത്ത് തെളിച്ചത്. അയ്യോ, ചതിച്ചു. അത് വെള്ളമല്ല, അമ്മൂമ്മയുടെ വരുന്നു. ഇവന് നാളെ ഒരു നാടകമുണ്ട്. കരച്ചിലൊക്കെ ഉള്ള റോളാ. പക്ഷെ ഒന്നുകൂടി അഭിനയം ശരിയാവാനുണ്ട്. നിങ്ങളൊന്ന് പഠിപ്പിക്കണം. കരയാനോ? അതെ, അലറിക്കരച്ച് ശരിക്കും അഭിനയിക്കാൻ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതിയോ? കേട്ടിട്ട് എനിക്കാ കരച്ചിൽ വരുന്നത്. വരുന്ന കരച്ചിലങ്ങ് പഠിപ്പിക്കൂ സൂത്ര. കരയുമ്പോൾ വായ ശരിക്കു തുറക്കണം. തിന്നുമ്പോഴും തുറക്കണം. ഞാൻ കാണിക്കാം. ഇതുപോലെ കാണിക്ക്. ഇത് കോട്ടുവായ പോലുണ്ട്. ചുമ്മാ വായ തുറന്നാൽ പോരാ, എക്സ്പ്രഷൻ വരട്ടെ. ദാ ഇങ്ങനെ. എനിക്ക് വല്ലതും എടുത്ത് വലിച്ചെറിയാനാ തോന്നുന്നത്. ദേഷ്യം കാരണം. ഞാൻ സഹായിക്കാം സൂത്ര. ഈ കല്ല് വലിച്ചെറിഞ്ഞു. ഇത് തീർന്നാൽ വേറെ കൊണ്ടുവരാ. മണ്ണം കേട്ട കൊണ്ടുപോടോ. അയ്യോ, പുലി പോലായി. എടോ, താനിവരെ കടിയന്റെ അടുത്ത് കൊണ്ടാക്ക്. ഞാൻ വന്നാൽ പ്രശ്നമാ. ഞാനോ? അയ്യോ, അഭിനയം കറക്റ്റ് ആയല്ലോ മോനെ. ഇതുപോലെ നാളെ അഭിനയിച്ചാ മതി. അത് നാളെ ഇതുകൂടി കയ്യിൽ വെച്ചോ. അഭിനയം വരാൻ ബെസ്റ്റോ. കാട്ടൂത്തപ്പനോ? ഒന്നും വൈദ്യ സ്ഥലത്തില്ല. ഇവിടെ അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ മൂങ്ങകളുണ്ട്, അവരൊന്നും വൈദ്യരല്ല. അതല്ല, ചികിത്സിക്കാൻ ആരെങ്കിലും? അങ്ങനെ ആരുമില്ല. വൈദ്യരില്ലാത്തപ്പോൾ പകരം ഞങ്ങൾ കാട്ടുമുത്തപ്പനെ തന്നെയാ വിളിക്കാറ്. പക്ഷെ കാട്ടുമുത്തപ്പനില്ലെങ്കിൽ പകരം വൈദ്യരെ വിളിക്കില്ല. എന്തിനാ വൈദ്യരെ അന്വേഷിച്ചത്? തലയുടെ പിന്നിലെ ഈ വെളിച്ചമില്ലേ, അതിനൊരു മങ്ങല്. ശരിയാണല്ലോ, ലൈറ്റ് കുറവാ. ഈ ടൈപ്പ് പ്രശ്നം തീർക്കാൻ മൂങ്ങവൈദ്യർക്ക് പറ്റുമോ എന്നറിയില്ല. എന്നാലും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും എൻ്റെ കൊടുങ്ങാട് മുത്തപ്പനോടാ പറയേണ്ടത്, എൻ്റെ ബോസിനോട്. എന്നിട്ടെന്താ പറയാത്തത്? കഴിഞ്ഞ മാസം വെളിച്ചം റീചാർജ് ചെയ്തതാ. പിന്നെയും ചെന്നാൽ പുള്ളി ചൂടാവും. അതായത് വെളിച്ചമില്ലെങ്കിലും ചൂടുണ്ട്. വൈദ്യര് വരുമ്പോ ഒന്ന് പറയണേ. നമുക്കും അതുപോലെ ഓരോ ലൈറ്റ് തരാൻ വൈദ്യരോട് പറയണം, അല്ലേ സൂത്ര? ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. സൂത്ര,
വൈദ്യര് വന്നെന്ന് തോന്നുന്നു. ഒരു എലി പറഞ്ഞു. ഏ എനിക്ക് കാട്ടുമുത്തവനെ ഇപ്പോൾ തന്നെ വിളിക്കാം. വെറുകനെന്ന് വിളിച്ച മുഖംകൂത്ത് പറന്നു വരുന്നവന്. വന്നില്ലല്ലോ. മുത്തപ്പൻ നല്ല ഉറക്കത്തിലോ. കാട്ടുമുത്തപ്പൻ പാമ്പ് പിടിച്ചേ. നിങ്ങളുടെ ഗുഹയാണെന്ന് കരുതി കയറിയതാ. ലൈറ്റ് കുറവായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. കാട്ടുമുത്തപ്പനായിരുന്നു. സോറി മുത്തപ്പ. എന്തു പറ്റി? തന്റെ മുഖത്ത് ഒരു അങ്കലാപ്പ് വ്യക്തമാണല്ലോ. കുന്നു, മരം, പഴം വ്യക്തമായി പറയൂ. കുന്നിലെ പഴം അല്ല, പഴത്തിലെ മരം. താൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. വരൂ, സംഭവ സ്ഥലം കാണിച്ചു തന്നാൽ വ്യക്തമാവും. ഇനി പറയൂ, എന്തു സംഭവിച്ചോ? ക്രമമായി പറയണം. ഞാനീ മരത്തിലൊന്ന് ചാരിയിരുന്നതാ. അപ്പോ മരം കുലിഞ്ഞ് ഒരു പഴം താഴെ വീണു. അതത്ര വ്യക്തമായില്ല. ചാരിയാൽ മരം കുലുങ്ങുമോ? നോക്കട്ടെ, താനൊന്ന് ചാരൂ. ശരിയാണ്, പഴം വീഴും. എന്താ പറ്റി? എന്താ പ്രശ്നം? മരം ചാറിയ പഴം. വ്യക്തമായി പറയൂ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ കാണിച്ചു കൊടുക്കൂ. ഇങ്ങനെ ചോരപ്പോ ഒരു പഴം ഇങ്ങനെ വീണു. എന്താ ചർച്ച? ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ. ഇങ്ങേർക്ക് കൂടി കാണിച്ചു കൊടുക്കൂ, വ്യക്തമാകട്ടെ. ഇങ്ങനെ ചോരി അങ്ങനെ പഴം വീണു. കഥയാണോ? ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറ. ഇങ്ങനെ പഴം വീണു. പിന്നെ 2 പേര് വരുന്നുണ്ട്. ശരി, അത്രയും എല്ലാവർക്കും വ്യക്തമായി. ഇനി ബാക്കി പറയൂ. താഴെ നിന്ന് സൂത്രന്റെ തലയിലാണ് പഴം വീണത്. തല ഇറങ്ങി സൂത്രം വീണു. അതാണോ കാര്യം? ഇപ്പോൾ വ്യക്തമായി. ഇതൊരു ചെറിയ പ്രശ്നമല്ലേ. കുറച്ചു നേരം കിടന്നാൽ തല ചുറ്റല് മാറിക്കോളും. വാ പോകാം, വെറുതെ സമയം കളഞ്ഞു. എഴുന്നേൽക്കു സൂത്ര, ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് വ്യക്തമായി. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഈ മൂങ്ങവൈദ്യ. മൂങ്ങായിതൊരു സ്ഥലത്തില്ല. താൻ പോയിട്ട് പിന്നെ വാ. എന്താ താൻ ചിരിക്കുന്നത്? ചേട്ടനൊരു സൂത്രക്കാരനാണെന്ന് മനസ്സിലായി. സൂത്രം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കിയതല്ലേ? ഉറക്കവാക്ക് കേട്ടാൽ എനിക്ക് മനസ്സിലാവും. ഉറക്കവാക്കോ? അതെ, ഒരാളെ ഉറക്കമുണർത്തിയാൽ ആദ്യം പറയുന്ന വാക്ക് കേട്ട് അയാളുടെ സ്വഭാവം ഞാൻ കൃത്യമായിട്ട് പറയും. എങ്കിൽ ശേരുവിന്റെ സ്വഭാവം പറ. ഇതാ അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട്. ചേട്ടാ ചേട്ടാ. അത് തേങ്ങയ്ക്ക് വാൽ വളച്ചു. താനാരോ? ഫ്രണ്ട് വണ്ടനല്ലേ? അതും കണ്ടുപിടിച്ചോ? താനാള് കൊള്ളാമല്ലോ. സൂത്രോ, ഇതോരോ ഉറക്കമുണരുമ്പോൾ പറയുന്നത് കേട്ട് ആരുടെയും സ്വഭാവം മനസ്സിലാക്കുന്ന ആളാ. നമുക്കിതൊരു ബിസിനസ് ആക്കാമെടോ. മുട്ട, ഇറച്ചി ഇതൊക്കെ ഫീസായി വാങ്ങാം. കടിയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാം. താൻ കടിയനെ കണ്ട് കാര്യം പറ. ഇങ്ങേരെയും കൂട്ടിക്കോ. ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം. സൂത്രൻ അവതരിപ്പിക്കുന്നു ഉറക്കവാക്ക്. ഉറക്കമുണർത്തി സ്വഭാവം പറയൂ. സൂത്രോ. താൻ എത്തിയോ? കടിയനെ കണ്ടില്ലേ? കണ്ടു. കടിയൻ ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് സ്വഭാവവും അറിയാൻ പറ്റി. വെരി ഗുഡ്. എന്നിട്ടാ കൊരങ്ങൻ എവിടെ? ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയതല്ലേ. കടിയന്റെ സ്വഭാവം പുള്ളി ശരിക്കും അറിഞ്ഞു. മുതുകും കൈയും ഒടിഞ്ഞതുകൊണ്ട് കൊരങ്ങച്ചാർ കാട് വിട്ടു. അമ്മാവാ, എന്റെ ബുദ്ധിയൊന്നും പഴയ പോലെ വർക്ക് ചെയ്യുന്നില്ല. എന്താ അമ്മാവൻ ചിരിച്ചത്? ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിയിലല്ല, അമ്പരിപ്പിക്കലിലാ കാര്യം. ആശയം കൊണ്ട് അമ്പരിപ്പിച്ചാൽ മതി. ഒരുമാതിരിപ്പെട്ടവരൊക്കെ വീഴും. അയ്യോ, വീഴുമോ? ഉദാഹരണം പറയാം. ഈ ഇറച്ചി കഷ്ണം പകുതി മുറിച്ച് തിന്നു തീർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അമ്പരക്കില്ലേ? ഞാൻ അമ്പരക്കും അമ്മാവാ. അതെ, പകുതി മുറിച്ച് തിന്നാൽ ഇത് തീർക്കാൻ പറ്റില്ല. തെളിയിക്കാം. ആദ്യം ഇത് നേർ പകുതിയാക്കി മുറിക്കാം.
എന്നിട്ട് ഈ പകുതി നീ തിന്നോ. ബാക്കി വന്ന ഈ പകുതി വീണ്ടും മുറിക്കുന്നു. അതിലൊരു പകുതി നീ തിന്നോ. ഇത് കൊള്ളാം. ഇങ്ങനെ പകുതി വീതം മുറിച്ച് മുറിച്ച് തിന്നാം. എത്ര വേണമെങ്കിലും മുറിക്കാം. എപ്പോഴും ഒരു കഷ്ണം ബാക്കി വരും. എത്ര ചെറിയ കഷ്ണം ബാക്കി വന്നാലും അതും മുറിക്കാമല്ലോ. അതുകൊണ്ട് ഇറച്ചി കഷ്ണം തിന്നു തീരില്ല. അത് കൊള്ളാം. തിന്നു തീർക്കാൻ പറ്റാത്ത ഇറച്ചി കഷ്ണം. ഇതുപോലെയാണ് ആശയം കൊണ്ട് അമ്പരിപ്പിക്കൽ. ഇതുപോലെ കൂരിട്ട് ഉപദേശം തരാൻ അമ്മാവനെ ഉള്ളൂ. ഓ, അപ്പൊ ഒരു പട്ടിണി കിടക്കേണ്ടി വരില്ല അല്ലേ. അതെന്താ? കഴിച്ചാലും തീരില്ലല്ലോ. പിന്നെ എവിടുന്നോ പട്ടിണി. ഞാൻ അമ്മാവനെ ഒന്ന് യാത്രയാക്കിയിട്ട് വരാം. ഇറച്ചി മുറി വിദ്യ ഉഗ്രം വിദ്യ ഒന്ന് പരീക്ഷിക്കണം. സൂത്ര, അമ്മാവന്റെ ആശയം വെച്ച് ഷോ നടത്തി പൊളിഞ്ഞു. എന്തു പറ്റി? ആദ്യം ഒരു ഇറച്ചി കഷ്ണം പകുതിയാക്കി. പക്ഷേ പകുതി തിന്നപ്പോഴേ തീർന്നു. പകുതി നിന്നപ്പോ തീർന്നോ? അതെങ്ങനെ? ഷോ കാണാൻ രണ്ടുപേരുണ്ടായിരുന്നു. ഒരു മുറി മുറിച്ചിട്ട് പകുതി തിന്നാൻ പറഞ്ഞപ്പോ രണ്ടുപേരും ഓരോ പകുതി എടുത്ത് തിന്നു. എന്തു കളിയാ? പന്ത് കളിയാണോ സൂത്ര? അല്ല, വേറെ കളിയാ. നീ പോയാ അത് കരടിച്ചേട്ടൻ പടം വരയ്ക്കാൻ പഠിക്കുന്ന ഇലയാ. കരടിച്ചേട്ടൻ ഇപ്പോഴൊന്നും വരില്ല. നീ ചെല്ല്. കിഡ്നി സൂത്ര, കിഡ്നി. ഇനി ഇതിൽ പടം വരച്ച് കളിക്കാം അല്ലേ സൂത്ര? അല്ലെന്നേ, ഞാൻ ഇല നീട്ടി പിടിക്കൂ. നീ ഇലയിലെ വട്ടത്തിന് നേരെ കല്ലെറിയണം. ഒരു തവണ കൊണ്ടാലും ഒരു പോയിന്റ്. കൊണ്ടില്ലെങ്കിൽ എത്ര പോയിന്റാ? ഒരു തവണ കൊണ്ടില്ല. പിന്നെയും ഒരു തവണ കൊണ്ടില്ല. ഇത് കൊള്ളുന്നില്ല സൂത്ര. 5 തവണ എറിഞ്ഞു. പിന്നെ ഞാൻ ഓരോ ഓല എടുത്തതോ. അയ്യോ, കരടിച്ചേട്ടൻ വന്നു. ഇല ഒളിപ്പിച്ച് പിടിക്കാം. അയ്യടാ, ഇത്തവണ കൊണ്ടേ. ഇല തുളഞ്ഞില്ല. ഒന്നും കൂടി എറിയട്ടെ സൂത്ര. ആയ്, ഇത് തിന്നാം. ഇപ്പൊ വിശപ്പില്ല, പിന്നെ തിന്നാം. നീ ഇത് കൊണ്ടുപോയി വയ്ക്കണം. കുറച്ച് കഴിഞ്ഞെടുത്ത് തിന്നാം. സൂത്ര, ആ മുട്ട പോയി. പൊട്ടിപ്പോയോ? അതല്ല, അതൊരു എലിമുട്ടയായിരുന്നു. മുട്ട വിരിഞ്ഞ എലി പുറത്തു പോയി. എന്തൊരു ഉറക്കമായത്. ഒലുക്കി വിളിച്ച എന്താ സൂത്ര? ശരിയാ, കുറെ കൂടെ വൃത്തിയുള്ള കല്ല് കൊണ്ടിടണം. പിന്നെ എന്തൊരുറക്കമാ തന്റെ ഉറക്കം. ഞാൻ എത്ര തവണ വിളിച്ചെന്നോ. താൻ വിളിച്ചോ? പിന്നെ അല്ലാതെ വിളിക്കപ്പോത്തപ്പോഴല്ലേ കാലി കല്ല് കേറിയത്. താൻ വിളിച്ചത് കേട്ടില്ല, കരഞ്ഞത് കേട്ടു. ഇനി മുതൽ താൻ വിളിക്കണ്ട, കരഞ്ഞാൽ മതി. എടോ, താൻ അറിയാതെ പറഞ്ഞതാണെങ്കിലും അതിലൊരു ശാസ്ത്രമുണ്ട്. ഏതിൽ? കരഞ്ഞതിലോ? അല്ലടോ, അടുപ്പമുള്ളവരുടെ കരച്ചിൽ കേട്ടാൽ ആരും ഞെട്ടി ഉണരും. താൻ പറഞ്ഞത് ശരിയാ. ഉണർത്താൻ വിളിക്കണ്ട, കരഞ്ഞാൽ മതി. അല്പനും ജൽപ്പനും. ആ പറഞ്ഞത് സത്യമാണോ? കരച്ചിൽ കേട്ടാൽ ഉണരുമോ? ഉണരും, അതിലാ ശാസ്ത്രമുള്ളത്. അല്പാവാ, എങ്കിൽ നമുക്ക് അച്ഛനെ ഉണർത്താം. നമ്മള് പോരുമ്പോ നല്ല ഉറക്കത്തിലാ. നമ്മുടെ ശാസ്ത്രം കൊണ്ട് അമ്മമാർക്ക് ഗുണം കിട്ടി. ചേട്ടാ ഉണരുന്നില്ല, ഒന്ന് വന്ന് നോക്കാമോ? നിങ്ങളുടെ അച്ഛനല്ലേ ഉണർന്ന് വടി പോലെ നിൽക്കുന്നത്. അച്ഛന്റെ കാര്യമല്ല, അടുപ്പമുള്ളവരുടെ കരച്ചിൽ കേൾപ്പിച്ച് അച്ഛനെ ഉണർത്താമെന്ന് വിചാരിച്ചതാ. കരച്ചിലുണ്ടാക്കാൻ ഞാൻ അൽപ്പന്റെ തലക്കടിച്ചു. അവന്റെ ബോധം പോയി. ഞങ്ങൾ എത്ര കരഞ്ഞിട്ടും ഉണരുന്നില്ല. ഇന്ന് പാഠങ്ങളില്ല, കിളികളെ സഹായിക്കുന്ന ദിവസമോ. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ട്. വാങ്ങിക്കോളൂ. അതിലെഴുതിയതാണോ എന്ന് നിങ്ങൾ ചെയ്യേണ്ടത്? അത് ഏതെങ്കിലും കിളികൾക്ക് തീറ്റ കൊടുക്കണം.
കിളികൾക്ക് കുളിക്കാൻ വെള്ളം വെച്ചിട്ട് വരാം. ആ, കോട്ടി. ശരിവിന് വായിക്കാൻ പറ്റിയില്ലേ? ഞാൻ വായിച്ചു തരണോ? വേണ്ട സാർ, അയച്ചു സാർ. കുരുവിക്ക് തീറ്റ കൊടുത്തു സാർ. അയ്യോ, കൊത്തല്ലേ. സാറേ, ഈ ശേരു എന്റെ പുതിയ കൂട് പൊളിച്ചു. അത് കോട്ടിലിരിക്കോ എന്ന് എഴുതി തന്നില്ല. ഇരുന്നപ്പോ കൂട് പൊളിഞ്ഞു. മോണ്ട, കൂട്ടിലിരിക്കുക എന്നല്ല, കൂട്ടിരിക്കുക എന്ന് എഴുതിയത്. സൂത്ര, നിങ്ങൾക്ക് തന്റെ ഒരു സഹായം വേണമെന്ന്. എന്ത് സഹായം? ഞാൻ പ്ലാവിലിരിക്കുമ്പോ കൈ തട്ടി ഒരു ചക്ക താഴെ വീണു. ചക്ക ഒരു കഴുതയുടെ തലയിലാ വീണത്. ആ കഴുത ചത്തു. എനിക്ക് ഭയങ്കര ടെൻഷൻ. അയ്യോ, ഞാൻ ആ കഴുതയെ കടിച്ചു കൊന്നു എന്ന് പറഞ്ഞ് ചിലർ മുറുകുറുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചക്ക വീണാണ് കഴുത ചത്തത് എന്ന് എനിക്ക് തെളിയിക്കണം. അതിന് തെളിവ് വേണം. തെളിവ് കിട്ടുന്നത് വരെ ടെൻഷനാ. തെളിവ് ശേഖരിക്കാൻ ബുദ്ധി വേണമല്ലോ. ചേട്ടൻ അതുണ്ട്. ഹിഹി, അത് ശരിയാ. ശരിയോ? ഇതിനൊക്കെ നല്ല ബുദ്ധി വേണം. ഞാൻ സഹായിക്കാം. സൂത്രം സഹായിച്ചാൽ മുറുമുറുപ്പുകാരെ പേടിക്കണ്ട. ചക്ക എങ്ങോട്ടാ വീണത്? താഴോട്ടാ. അതല്ല, കഴുതയുടെ തലയിലാണോ എന്ന്? അതെ, തലയിലാ വീണത്. അതല്ലേ ടെൻഷൻ. എങ്കിൽ നോ പ്രോബ്ലം. നോ പ്രോബ്ലം അല്ല, യെസ് പ്രോബ്ലമാ. അവൻ ചത്തു. അല്ലടോ, ചക്ക തലയിൽ വീണ തലയിൽ അതിന്റെ പാട് കാണും. അതൊരു ഉഗ്രൻ തെളിവല്ലേ? ചക്കയുടെ മുള്ളിന്റെ പാട് കുത്തായി കാണും. ഹേയ്, ആ തെളിവൊന്നും ശരിയാവില്ല. എടോ, കടിച്ചു മുറിച്ചാൽ വേറെ ടൈപ്പ് പാടേ കാണൂ. പറ്റില്ല, വേറെ തെളിവ് കണ്ടെത്തണം. എന്തു പക്ഷേ താൻ ധൈര്യമായിട്ട് ചെല്ല്. മുറുമുറുക്കുന്നവരെ തലയിലെ ചക്കപ്പാട് കാണിക്കണം. അതാണ് നമ്മുടെ തെളിവ്. പക്ഷെ ആ തെളിവ് പിന്നെ പക്ഷേ, എടോ, ചക്ക വീണ് ചോവലും കടിച്ചു കൊല്ലലും തിരിച്ചറിയാൻ ആ തെളിവ് മതി. പക്ഷെ ആ തെളിവ് കാണാൻ പറ്റില്ലെന്നേ. മുള്ളുള്ള ചക്കയാണെങ്കിൽ എന്തായാലും പാട് കാണും. വാ, ഞാൻ കാണിച്ചു തരാം. അതല്ല, ചത്ത കഴുതയ്ക്ക് ഇപ്പൊ തലയില്ല. ടെൻഷൻ വന്നാൽ എനിക്ക് ഭയങ്കര വിശപ്പാ. കാട്ടിലെ പാഴ്മരച്ചൂട്ടിൽ നിന്ന് കാട്ടുകോഴിക്കാൽ തിന്നവനെ. തേങ്ങ തലയിൽ വീണാൽ ഒച്ച അടയുമോ? എന്റെ ഒച്ച പോയേ. എന്തോ സൂത്ര, എന്തു പറ്റി? അയ്യോ, മിണ്ടാൻ വയ്യേ. ഹാവൂ, മണ്ടന് അത്രയും മനസ്സിലായി. മനസ്സിലായി, തേങ്ങയല്ലേ തേങ്ങ. ഹാവൂ, അപ്പൊ ഇവന് ബുദ്ധിയുണ്ട്. ഇതിരെ കൊണ്ടുവരാൻ ചേരുവിനോട് പറയണം. തേങ്ങ വേണമെന്നല്ലേ താൻ പറഞ്ഞത്? തനിക്ക് ഒരു കുല തേങ്ങ വേണമെന്ന് ഞാൻ അറിഞ്ഞില്ല സൂത്ര. എന്താടോ, എന്തു പറ്റി? എന്നെ കാളിയാക്കി. കുറുക്കന്റെ കൂടെ നടക്കുന്നത് കടുവയ്ക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന് അതോടെ ധൈര്യം ചോർന്ന് താനിങ്ങ് പോന്നു അല്ലേ? എടോ, അവരങ്ങനെ പലതും പറയും. ഈ കുറുക്കൻ കുറുക്കൻ എന്ന് പറയുന്നത് താനല്ലേ? അതല്ലടോ, കാട്ടിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മഹാനാ കുറുക്കൻ. കുറുക്കനെ സഹായിച്ചവർക്ക് ഗുണമുണ്ടായ കഥകൾ താൻ കേട്ടിട്ടില്ലേ? ഇല്ലോ, പറഞ്ഞു തരാം. പണ്ട് 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 ഒരു കുറുക്കൻ ഉറങ്ങുന്ന നേരത്ത് ഒരു ചക്ക വീണു. അത് കണ്ട ഒരു സിംഹം ഓടിച്ചെന്ന് തല വെച്ചു കൊടുത്തു. ചക്ക വീണത് സിംഹത്തിന്റെ തലയിൽ. സന്തുഷ്ടനായ കുറുക്കൻ സിംഹത്തെ കാട്ടിലെ രാജാവാക്കി. ചക്കയെ ശപിച്ച് ഒരു ചേനയാക്കി. ഉടനെ ആകാശത്തു നിന്ന് കാട്ടുമുത്തപ്പന്മാർ സിംഹത്തിന്റെ തലയെ പുഷ്പവൃഷ്ടി നടത്തി. എന്തു നടത്തി? പുഷ്പവൃഷ്ടി.
തലയിൽ പൂക്കൾ വിതറിയെന്ന്. അതാണ് കുറുക്കന്മാരെ സഹായിച്ചാലുള്ള. ഓനങ്ങരുത്, ഓനങ്ങരുതെന്ന് എനിക്കായി കെട്ടിയിരിക്കൂ. എന്തോ കുഴപ്പമാണല്ലോ, കയ്യിൽ വടിയുണ്ട്. ഓനങ്ങരുത്, ഇപ്പൊ തീർക്കും ഞാൻ. തല്ലി കൊല്ലാനാണോ സൂത്ര? സൂത്ര, ആപത്തിൽപ്പെട്ട കുറുക്കനോ, സഹായിച്ചാൽ പുഷ്പവൃഷ്ടി ഉറപ്പോ? സഹായിച്ചേക്കാം, മറ്റവന്റെ ആരോഗ്യം കുറവാ. എടാ കുറുക്കൻ, കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിനക്ക് അറിയാമോ? അറിയാമോന്ന്? അവന്റെ കഥ തീർന്നു ചേട്ടാ, പേടിക്കണ്ട. പക്ഷെ പടം തീർന്നിട്ടില്ലടാ ദ്രോഹികളെ. പടമോ? ദേ വരയ്ക്കുന്ന കുന്ത്രാണ്ട മുടിച്ചു, തല തിരിഞ്ഞവന്മാര്. എന്നെ ഇരുത്തി പടം വരയ്ക്കാനാണോ അങ്ങേര് വന്നത്? ഓടിക്കോ സൂത്ര, പുഷ്പവൃഷ്ടി കൊല്ലായിട്ടാ വരുന്നത്. എന്തിനു തിരിഞ്ഞോടുന്നത്? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രാക്ടീസ് ആണോ എടുക്കാൻ മറന്നത്? എന്തു പറ്റി? തിരിയുമ്പോ വെട്ടണോ? വഴിയുണ്ട്, വെട്ടിത്തിരിയാൻ ചവിട്ടിത്തിരിയുക. അതായത് ഒരു കല്ലിലോ മറ്റോ ചവിട്ടിയാൽ പെട്ടെന്ന് തിരിയാൻ പറ്റും. കാണിക്കാം. ഒരു കല്ല് വേണമല്ലോ. ദാ അവിടെ. ഇങ്ങനെ ഓടി വന്ന് കല്ലിൽ ചവിട്ടി ഒറ്റ തിരിയൽ. ചവിട്ടിയാൽ വേഗം തിരിയാൻ പറ്റും. ഇനി വേണമെങ്കിൽ ചേരു കാണിക്കും. ഓക്കെ, ഞാൻ കാണിക്കാം. ആദ്യം ഓടി വരാം. ഇങ്ങനെ ഓടി വന്ന് ഒറ്റ ചവിട്ട്. ചെറിയ കല്ലായത് കൊണ്ടോ വീണത്. അടുത്ത തവണ കുറച്ചുകൂടി വലിയ കല്ലിൽ ചവിട്ടാം സൂത്ര. എന്താ കടിച്ചു? അമ്പടാ, ദേ പോകുന്നു അവനാ. നില്ലടാ അവിടെ. എന്തിനാടാ എന്നെ കടിച്ചത്? ഇപ്പൊ മോങ്ങുന്നു. അങ്ങനങ്ങ് വിടാൻ പറ്റില്ല. എന്നെ കടിച്ചതല്ലേ, പകരം നിനക്കും ഇരിക്കട്ടെ ഒരു കടി. ഒയ്ക്കോ, വിഷമില്ലാത്ത പാമ്പ, പോരാത്തതിന് കുഞ്ഞു. അതല്ലേ ഇത്രയും ഗമ കാണിച്ചത്. ഇവന്റെ തള്ളപ്പാമ്പോ മറ്റോ ആയിരുന്നെങ്കിൽ കുഴഞ്ഞേനെ. എന്റെ അമ്മേ, പറഞ്ഞു തീർന്നില്ല. ദാ വരുന്നു തള്ളപ്പാമ്പ്. വിട്ടോടാ. നിൽക്ക്, അവിടെ നിൽക്കാൻ. നിൽക്കുന്നേ, ഞാൻ തന്നെ കാണാൻ വന്നതാ. അയ്യോ, രക്ഷിക്കണേ, പാമ്പ് കടിക്കാൻ വരണേ. കടിക്കാനല്ലടോ കുറുക്കച്ചാരെ. പിന്നെന്തിനാ? എന്റെ മോന്റെ 2 പല്ല് തന്റെ കാലിൽ ഇരിപ്പുണ്ട്. അതിങ്ങുതാ. പല്ല് പോയ അവനെ പിള്ളേരെല്ലാം കളിയാക്കുകയാ. ശരിയമ്മേ, ഇന്നലെ മൂക്കൻ കുഞ്ഞിൽ ഒരു മരം വീണ കാര്യം അറിഞ്ഞില്ലേ? ആ മരത്തിലെ കായകൾ നല്ല ഭംഗിയാ. മിണ്ടാതിരിക്കു സൂത്ര, സംസാരിക്കുമ്പോൾ ശല്യപ്പെടുത്തരുത്. ആ കായ കോർത്ത് മാലയുണ്ടാക്കി ഒരു മാൻ കഴുത്തിലിട്ടത് കണ്ടു. നിന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? മുതിർന്നവർ സംസാരിക്കുമ്പോൾ കുട്ടികൾ മിണ്ടാതിരിക്കണം. 2 പേരും പോയി കളിക്ക്. സോദരൻ അമ്മി, ഈ നാലുമാശി സൂത്രനെ പുറത്താക്കി. ഉത്തരം പറയാത്തതിനാ. ശരിക്കു പഠിച്ചാലല്ലേ ഉത്തരം കിട്ടൂ. അടുത്ത് ശരി, അടുത്ത്. ഞാനേ കാട് വിട്ടു പോവുകയാ. എന്തു പറ്റി സൂത്ര? ആനച്ചേട്ടൻ ഇന്നും എന്നെ എടുത്തിട്ട് പെരുമാറി.
ഞാൻ എറിഞ്ഞ ഒരു കല്ല് മൂപ്പരുടെ കണ്ണിൽ കൊണ്ടു, അത്രേ ഉള്ളൂ. അതിന് എന്നെ ഇട്ട് ഇടിച്ചത്. സമാധാനമായിട്ടൊരു കല്ലെറിയാൻ പറ്റാത്ത ഈ കാട് എനിക്ക് വേണ്ട. ഞാൻ കാട് വിടുകയാ. പാവം ശൂദ്രനെ തടയാൻ എന്തോ വഴി? ആ, വഴിയുണ്ട്. ശൂദ്ര, ആനച്ചേട്ടനാണെന്ന് വിചാരിച്ച ആ പാറക്കിട്ട് ലേറുകൂടി മനസ്സൊന്ന് തണുക്കട്ടെ. അതൊരു നല്ല സൂത്രമാ. ഓരോടാ പറഞ്ഞത്? ഓഹോ, നീ പിന്നെ ഞാൻ കാട് വിടും, ഉറപ്പാ. താനിങ്ങനെ നിരാശപ്പെടാതോ സൂത്ര. വാ, വഴിയുണ്ടാക്കാം. കല്ലെറിയാനാണെങ്കിൽ പുഴയിലേക്ക് എറിഞ്ഞാൽ പോരെ? ഓനച്ചേട്ടൻ ദാ അവിടെ നിന്ന് കുളിക്കുകയാണെന്നങ്ങ് വിചാരിച്ചാൽ മതി. ആഹാ, എടാ, നിനക്ക് എത്രയും ധൈര്യമോ? ഇങ്ങേര് ഇതിനകത്തുണ്ടായിരുന്നു. രണ്ടബദ്ധമൊക്കെ ആർക്കും പറ്റും സൂത്ര. ഇത്തവണ കുഴപ്പം പറ്റരുത്. തോനി പാറക്കല്ലിനിട്ട് രണ്ടു തൊഴിച്ചോ ഓനച്ചേട്ടനാണെന്ന് വിചാരിച്ചാൽ മതി. അമ്പടാ, എന്നെ കാട്ടുകൊത്തപ്പാ. ശരു, ഞാൻ കാട് വിടണ്ടാന്ന് തീരുമാനിച്ചു. അതെന്തോ? ആനച്ചേട്ടൻ ഈ കാട് വിട്ടു. എവിടടാ പുല്ല്? എന്നെ വെറുതെ വിടണേ. ആഹാ, ഗുഹയിൽ കയറി ഒളിച്ചാലൊന്നും രക്ഷയില്ല. ഒരു കെട്ട് പോലെ എത്തിച്ചില്ലെങ്കിൽ ബാക്കിയുടെ വൈകിട്ട് തരാം. അടുത്ത് ശരിയാണ്, അടുത്ത് എടി കൊണ്ട് പടുത്തു. അവൻ മോഹോ പോക്കിരിയോ? ഒരു കെട്ട് പുല്ല് കൊണ്ടു കൊടുത്തില്ലേ ഇനി വെടി ഉറപ്പാ. കഴിഞ്ഞ ആഴ്ച അവന്റെ കുട്ടിയെ കണ്ണുരുട്ടി പേടിപ്പിച്ചതിനുള്ള ശിക്ഷയാ. ഇനി അവൻ ഇങ്ങോട്ട് കയറി വരരുത്. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവഴി ആ തടിയും കട്ടക്കില്ല. അമ്പടാ, വേല് കിട്ടി വിരട്ടുന്നു. എവിടെടാ പുല്ല്? ദൂരത്തന്നെ എന്തൊരു ഇടിയാ ഇടിക്കുന്നത്. ഇടികൊണ്ട് ചതഞ്ഞതല്ലേ, താൻ വിശ്രമിക്ക്. ഞാൻ വല്ല സൂത്രവും ആലോചിക്കാം. ഐഡിയോ. സൂത്രോ, സൂത്രോ, ഇനി അവൻ ഇങ്ങോട്ട് കേറില്ല. തുരപ്പന്മാര് പണിത് തന്ന കിടങ്ങോ? ആ തടിയൻ ഇത് ചാടി കിടക്കുന്നത് എനിക്കൊന്ന് കാണണം. വഴി കിടന്ന് കിട്ടിയതാ, നല്ല ഉറപ്പാ. ഇതുകൊണ്ട് എലിയെ പിടിക്കാം. എലിയെ തിന്നുന്നതൊക്കെ പരമ ബോറാ. പൂച്ചയ്ക്ക് തിന്നാണെങ്കിൽ കടുവയ്ക്കും തിന്നാം. എനിക്ക് വേണ്ട, ആനയിലൊന്ന് വളർന്നുവാനാ ഞാൻ. എന്നാൽ താൻ പോയി ആനയെ പിടി. എന്നെ പിടിച്ചോന്ന് പറഞ്ഞ ആന ഇപ്പം വരും, കാത്തിരുന്നോ. ക്ലീൻ. സൂത്രോ, ഇതുകൊണ്ട് എങ്ങനെ എലിയെ പിടിക്കുന്നത്? അപ്പൊ തനിക്ക് അറിയണമെന്നുണ്ട്. കിഴങ്ങു തിന്ന് തിന്ന് എലി പാത്രത്തിലെ വെള്ളത്തിൽ വീഴും. പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ താൻ എന്തിനു ഇതൊക്കെ അറിയുന്നത്? താൻ പോയി ആനക്കുഴി കുഴിക്ക്. സൂത്രോ, സൂത്രോ, ആന കുഴിയിൽ വീണു. എടാ ഭയങ്കര. കിട്ടുന്ന എലിയെ മുഴുവൻ തന്നേക്കാം. താൻ ആനയുടെ പകുതി തന്നാൽ മതി. പക്ഷേ വാ, ആനയെ ശാസ്ത്രീയമായി തിന്നുന്നത് കാണിച്ചു തരാം. നെല്ലു സൂത്ര, ഒരു കുഴപ്പമുണ്ട്. ആന വീണത് തൊന്റെ കുഴിയിലോ? ഇല്ലടാ അവിടെ. ഇത് ഊരി തന്നിട്ട് പോയാൽ മതി. മഴ പെയ്ത് ചളി വിളിയായി. അതെന്താ? വെറും കളിമണ്ണ. മഴയത്ത് മലയുടെ മുകളിൽ നിന്ന് ഇളക്കി വന്നതോ? തനിക്ക് ഈ മൺകൂന കണ്ടിട്ട് വല്ല സൂത്രവും തോന്നിയോ? ഇല്ലോ. എന്നാലേ എനിക്ക് തോന്നി. ഇങ്ങനെ നിരത്തിക്കോ. നമ്മൾ വെച്ച കല്ല് ഇവന്റെ പല്ലായത് കണ്ടില്ലേ? മൃഗങ്ങളെ തിന്നുന്ന രാക്ഷസനാണെന്ന് പറഞ്ഞ് ഇതുവഴി വരുന്നവരെ പേടിപ്പിക്കാം. രുദ്ര, മഴ. അപ്പോഴേക്കും ഉറക്കമായോ? മഴ കൊള്ളാതെ എവിടെ കിടത്തും? ആ, വഴിയുണ്ട്. അമ്മോ, സൂത്രനെ രാക്ഷസം വിഴിഞ്ഞ്.
ആഹാ ആഹാ 1ാം ക്ലാസ് ഗുഹ കണ്ടാൽ ആരും ഒന്ന് കിടുങ്ങും. ചെകുത്താന്റെ ഗുഹ പോലുണ്ട്. തനിക്ക് ശരിക്കും ചേരും. നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? ഈ കല്ലൊന്ന് മാറ്റിയാൽ ക്ലീൻ ആവും. ഞാൻ പോയി ആനച്ചേട്ടനെ കൊണ്ടുവരാം കല്ലു മാറ്റാൻ. താൻ അപ്പോഴേക്കും ഗുഹ അടയ്ക്കാൻ ഒരു കല്ല് കണ്ടുവെക്ക്. വാതില് വേണം. അളവ് കൃത്യമാവണം. ഒന്നിനു മുകളിൽ പറ്റിയ കല്ല് കിട്ടും. ഓ, ഇത് മതി. അവനകത്ത് കയറി. അതും പോരാ. വന്നാട്ടെ, ഒരെണ്ണമേ ഉള്ളൂ. കൂടുതലായാൽ എന്നെ അങ്ങ് തട്ടിക്കോ. അല്ല പിന്നെ ഇത് കറക്റ്റാ. അകത്ത് കയറിയതൊക്കെ അളവ് തെറ്റിയതാ. ആനച്ചേട്ടൻ വന്ന സ്ഥിതിക്ക് അതൊക്കെ മാറ്റാൻ ആളായി. അമ്മ, ഇത് അല്പനും ചെൽപ്പനും തന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിലൊരു മത്സരം നടത്തുന്നുണ്ട്. അതിന് ചേട്ടൻ റെഫറി ആയി വരണം. എന്ത് മത്സരമാ? ഓട്ട മത്സരം. എനിക്കൊന്നും നേരമില്ല. ശരി വരും. ഞാൻ തന്നെ വേണം സൂത്ര. നോ പ്രോബ്ലം. താൻ ചെല്ല്. നോക്ക്, വലുപ്പമാണോ എണ്ണമാണോ നോക്കേണ്ടത്? എന്ന് വെച്ചാൽ ഓട്ട മത്സരമല്ലേ? കൂടുതൽ ഓട്ടം ഉണ്ടാക്കുന്ന ആളാണ് ഏറ്റവും വലിയ ഓട്ടം ഉണ്ടാക്കുന്നവനാണോ ജയിക്കുക. എടോ, ഓട്ടയല്ല, ഓട്ടം. എങ്ങനെ റഫറിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. എവിടം മുതൽ എവിടം വരെ ഓടണമെന്ന് ആദ്യം തീരുമാനിക്കണം. അതെനിക്കറിയാം. തുടക്കം മുതൽ അവസാനം വരെ അല്ലേ? അതല്ലെന്നേ, തുടങ്ങേണ്ട സ്ഥലത്ത് ഒരു വര വരയ്ക്കണം. തീരേണ്ട സ്ഥലത്ത് വള്ളി കെട്ടണം. വള്ളിയോ? അതെ, ആദ്യം വള്ളിയിൽ തൊടുന്ന ആളാ ജയിക്കുക. അത് ആരാണെന്ന് നോക്കണം. അതാണ് റഫറിയുടെ പണി. അത് ഞാനേറ്റു. ചേട്ടാ, ഈ ശരിച്ചേട്ടൻ തട്ടിപ്പാ. ആദ്യം ഓടിയെത്തിയത് ഞാനാ. പക്ഷെ ശരിച്ചേട്ടൻ ചെൽപ്പിനെ വിജയിയായി പ്രഖ്യാപിച്ചു. സമ്മാനമായ ഇറച്ചി കഷ്ണം ശരിച്ചേട്ടൻ ചെൽപ്പന് കൊടുത്തു. അതെന്താ തർക്കം? ഞാൻ വള്ളി കെട്ടാൻ പറഞ്ഞതല്ലേ? വള്ളി കെട്ടിയ സൂത്ര. ഓടിയപ്പോൾ വള്ളിയുടെ അടുത്ത് ആദ്യമെത്തിയത് ജൽപ്പനാണോ? ഒല്ലോ അൽപ്പനോ. എന്നിട്ടാണോ താൻ ജൽപ്പന വിജയിയായി പ്രഖ്യാപിച്ചത്? വിജയ് ജൽപ്പന. അത് ഞാൻ കണ്ടതല്ലേ. ഛേ, അതെങ്ങനെ ശരിയാകും? താനല്ലേ പറഞ്ഞത് വള്ളിയിൽ ആദ്യം തുറന്ന ആളാ വിജയ് എന്ന്. ആദ്യം തൊട്ടത് ജൽപ്പന. കാരണം വള്ളി മുറിച്ച് കൊണ്ടുവന്നത് അവനാ. അയ്യോ, എന്ത് പറ്റി ശരി? ഒരു കാട്ടുപന്നി. അയ്യോ, ഒരു ചെന്നായ. ഓടിക്കോ, ഒരു മരുന്ന് വരുന്നു. ഞാനെന്നെ തട്ടി വീഴ്ത്തി. ആന വരുന്നത് കണ്ടപ്പോൾ ഞാൻ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാൻ നിന്നു. അപ്പോഴാ തട്ടിയത്. വിളിക്കാൻ പോയതാ അല്ലേ? അല്ല, സങ്കടം മാറ്റാൻ പോയതാ. സങ്കടം പുഴയിൽ മാറ്റാൻ പറ്റുമോ? പറ്റും. എന്റെ അനിയന് പനിയാ, അതാണ് സങ്കടം. ആ സങ്കടം മാറ്റാൻ ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നതാ. സങ്കടം മാറ്റാൻ കുറച്ചു നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാ മതി എന്ന് അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? എങ്കിൽ മീനുകൾക്ക് ഒരിക്കലും സങ്കടം വരില്ല. സങ്കടം മാറ്റാൻ ഈ പുഴയിൽ ചാടുന്നതൊക്കെ ബോറ് നേർപ്പാടാ. അതെ, നീന്താൻ അറിയാത്തവന് സങ്കടം വന്നാൽ എന്തു ചെയ്യും? സങ്കടം മാറാൻ വേറെ വഴിയുണ്ട്. എന്തു വഴി? ഇലയിലോ കല്ലിലോ അത് എഴുതി വെച്ചാൽ മതി. മനസ്സിലെ സങ്കടം എഴുതിയാൽ അത് തനിയെ മാറും. സൂത്രം എഴുതാൻ അറിയാത്തവന് സങ്കടം വന്നാലോ? അതു പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ പുഴയിൽ ചാടാം. നീന്താനും എഴുതാനും അറിയാത്തവന് സങ്കടം. മതി മതി, ഓവറായി ചിന്തിക്കണ്ട. മനസ്സിലായാലോ? സങ്കടം വന്നാൽ എഴുതണം. അത് തന്നെ. സൂത്ര, എഴുതാൻ അറിയില്ല എന്ന സങ്കടം വന്നാൽ എഴുതണോ? ഒന്ന് നിർത്തടോ. ബ്ലും.
ഏ താൻ പിന്നെ പുഴയിൽ ചാടാൻ തുടങ്ങിയോ? സ്ഥിരമായി സങ്കടം എഴുതുന്നവന് ഉരുണ്ട് വെള്ളത്തിൽ വീണു. കല്ല് പോയ സങ്കടം എഴുതി വെക്കാൻ ചാടിയതാ. ഊഞ്ഞാലോ? അതെന്താ? ആയ്, എനിക്ക് കാണണം. എപ്പോഴാ കെട്ടുക? കേട്ടാ ഹിഹി. സൂത്ര ഒന്നിങ്ങ് വന്നേ. കെട്ടി. ശരിയാ, നല്ല രസമായി ഇങ്ങനെ ആടാൻ.